രാവിലെ തന്നെ നല്ല പെരുമഴയായിരുന്നു കേട്ടോ. പിന്നെ ചിങ്ങമാസം 1-ാം തീയതിയായിട്ട് മഴയുടെ പേര് പറഞ്ഞ് അമ്പലത്തിലേക്ക് പോകാണ്ടിരുന്നത് എങ്ങനെ ശരിയാവാല്ല. പിന്നെ ഒന്നും നോക്കിയില്ല, മഴ ഒന്ന് തുള്ളിയിട്ടപ്പോഴത്തേനും ഞാനും ചേട്ടനും ഉണ്ണികളും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടോ. മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് വലിയൊരു കുളമാണ്. ഒരുപാട് പായലൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിട്ട് ഒരുപാട് മണി പ്ലാന്റ്സും ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ്. വേറെ എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ ഇവിടെ താമരയുടെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടയ്ക്കായി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനൊക്കെ തൊഴുത് പ്രസാദമൊക്കെ തൊട്ട് ഞങ്ങൾ നേരെ ഉടുപ്പി റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. അപ്പോൾ നല്ല ചൂട് ചായയും മസാല ദോശയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആയിട്ടോ മസാല ദോശ എടുത്ത്. അപ്പോൾ ഇതിൽ കൂടെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയോളൂ കേട്ടോ. ഇരിങ്ങാലക്കുടയിലുള്ളതാട്ടോ ഉടുപ്പി റെസ്റ്റോറൻറ്റ്. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.